ജാനകി ചോറടുത്തേക്ക് ആയില്ലേ? വേഗം വാ, കട തിരക്കുണ്ട്. മറ്റേ ചെക്കനെ നിർത്തിയിട്ട് വന്നേക്കുന്നത്. നിങ്ങൾ ആരെ നിർത്തിയ കാര്യം പറഞ്ഞേ? ആ ഹക്കീമാണോ? ആ എന്ത് പറ്റി? നിനക്കല്ലേ അവനെ കണ്ണി പിടിക്കണല്ലോ. പാവാടിയാ. എന്താണ് പതിവില്ലാതൊരു സന്തോഷം മുഖത്ത്? ആ ഒരു സന്തോഷ വാർത്തയുണ്ട്. 2 മാസമായി. ആണോ? കൊച്ചിക്കള്ളി. സന്തോഷായില്ലേ? അല്ലേ? എങ്ങനെ അറിഞ്ഞ? ചെറിയൊരു തലകറക്കം വന്നായിരുന്നു. ഇപ്പൊ സന്ധ്യ വന്നിട്ടുണ്ട്. അങ്ങനെ കുഞ്ഞമ്മ വൈദ്യരെടുത്ത് കൊണ്ടുപോയപ്പോ അവിടെ നിന്ന് അറിഞ്ഞു. അല്ല, നിങ്ങളെന്തെങ്കിലും ആലോചിക്കുന്നേ? അല്ല, ഇന്നിനി കടയിൽ പോകണം. നിങ്ങളല്ലേ പറഞ്ഞ കടയിൽ തിരക്കാണെന്ന്. പിന്നെ ഞായറാഴ്ച ലോൺ അടക്കണം. ബീനന്റെ മോന്റെ 28ആണ്. അതിനുള്ള പൈസ വേണ്ടേ? ഞാനൊന്നും പറയുന്നില്ല. ആ ഇന്നെന്താ നേരത്തെ? 5 മണിയായിട്ട് ആയതല്ലുള്ളൂ. പിന്നെ അടയ്ക്കാതെ. ഇനി ഇതൊക്കെ ഞാൻ ചെയ്യും. മോള് പോയി കുളിക്കും. അപ്പോഴേക്കും ഞാൻ ചായ ഇട്ടിട്ട്. അയ്യോ, ഏട്ടന്റെ പണിയെടുക്കുന്നേ. അയ്യോ, ഞാൻ തന്നെ ഞാൻ അടിച്ചതാ. നീ പോ. രാമ വാ, പോണ്ടേ? ഓ, ഭാര്യ കൊടുക്കാനാ? ആ ദിവാരേട്ടാ. സ്നേഹമുള്ളവരൊക്കെ എങ്ങനെയാ? ദിവാരേട്ടാ, അവൾക്ക് 9 മാസമായി. ആ, ആകെ മൊത്തം സന്തോഷാണല്ലോ. എടാ, നമ്മുടെ കാവില് വിളക്ക് വെക്കാൻ ഒരു ആലോചന ഉണ്ട്. എല്ലാം നല്ലതായി നടക്കട്ടെ. I got nightmares in my head, I fear that the thoughts build up until I can't hear, that my mind fills up into a creature, and it haunts me somewhere much deeper. Anxiety, filling up every space, no privacy.
moving silently. It could build and build until you finally see. Whoa, it's taking over. Damn, no closure. Moving closer. No ജാനു ജാനു ജാ ബാലേട്ടനാ എന്താപ്പാ ഇങ്ങോട്ടൊക്കെ? ഞാനിപ്പോ കാവിൽ വിളക്കെത്തി വരുന്ന വഴിയാ. ഏട്ടാ എന്തുപറ്റി? ചിക്കൻ കുരുത്തക്കട കളിക്കുന്നത്. നമുക്ക് നാളെ തന്നെ വൈദ്യൻ്റെ അടുത്ത് പോയാലോ? ആ പോവാം. പിന്നെ ഇല്ല ഏട്ടാ, നാളേട്ടന് പടം ഇറങ്ങിയിട്ടുണ്ട്, അതും കൂടി കാണാൻ പോവാം. അത് കൊള്ളാം. ഈ അവസ്ഥയിൽ നമുക്ക് പോകണോ? ആ പോണം ഏട്ടാ, എനിക്ക് എന്തായാലും കാണണം പ്ലീസ്. ശരി, പോയിക്കളയാം. ജാനകി, ജാനകി, 6 മണി കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ നിൽക്കണ്ട. ഇന്നലെ രാത്രി വിളക്കത്തിച്ചിൽ പിന്നെ എന്തൊക്കെയോ കുഴപ്പം നടന്നിട്ടുണ്ട്. നീ അറിഞ്ഞോ, നമ്മുടെ ബാലേട്ടൻ ഇന്നലെ രാത്രി മരിച്ചു. ആരോ കൊന്നാണെന്നൊക്കെ പറയുന്നുണ്ട്. അമ്മാ 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 அம்மா அம்மா ஏதாவது கொடுங்கம்மா. நிறைய வீட்டுக்கு போயாச்சு, யாருமே ஒண்ணுமே கொடுக்கவே இல்லை. ഉന്നുടെ പുരുഷൻ പേര് രാമന്താന. ആ രാമേട്ടാ, ഇന്നൊരു സംഭവം ഉണ്ടായി. ഒരു പിച്ചക്കാരി വന്നിട്ട് പൈസ ചോദിച്ചു. ഓ, ഞാനൊന്ന് പറയുന്നത് മുഴുവൻ കേൾക്കുവോ? അവര് പുറത്തുനിന്ന് കുറേ നേരം വിളിച്ചു. 2-3 തവണ ഞാൻ പറഞ്ഞുകൂടാ നോക്കി, പക്ഷെ അവര് പോന്നേ ഇല്ല. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴേ അവര് വരാന്തയിൽ കയറി വന്ന് പൈസ ചോദിച്ചു. ഞാൻ പിന്നെ വാതിൽ കുറച്ച് തുറന്നിട്ട് കയ്യിൽ പൈസ ഇട്ട് കൊടുത്ത്. അപ്പോഴൊക്കെ അവരുടെ ചിരിയുണ്ടായിരുന്നു. ഞാൻ പേടിച്ചു. അവര് തമിഴാ പറയുന്നത്, മലയാളം അറിയാം. ഒറ്റ നോട്ടത്തിൽ കണ്ട പേടിച്ചു. ഒരു വൃത്തിയില്ലാത്ത പല്ലെല്ലായിട്ട് എന്തോ ഒരു രൂപം. എന്നോട് ചോദിക്കാം ഭർത്താവിന്റെ പേര് രാമനല്ലേന്ന്. എന്നെ അറിയുന്ന പിച്ചക്കാരിയോ? ഒന്ന് പോയേട്ടാ, മനുഷ്യ പേടിച്ചിട്ടിരിക്കുമ്പോ ഒരു തമാശ. അധികം ആൾ താമസമില്ലാത്ത സ്ഥലമല്ലേ, നോക്കിയും കണ്ടൊക്കെ വാതിൽ വന്നാൽ മതി. ഞാൻ പോയി കുളിക്കട്ടെ. അമ്മേ, മനുഷ്യ പേടിച്ചു പോയല്ല. എന്തായി ഉണ്ടാക്കണേ? എനിക്ക് വിശപ്പില്ല. അവിടെ എവിടെയെങ്കിലും പോയിരിക്കും, അറിയാവുന്ന എത്ര. എനിക്ക് വിശപ്പില്ല. അപ്പൊ നിങ്ങളൊന്നും കഴിക്കുന്നില്ലേ? അതല്ലേ പറഞ്ഞ വിശപ്പില്ല എന്ന്. അപ്പൊ ഞാൻ ഇത് ആർക്ക് വേണ്ടിട്ട് ഉണ്ടാക്കുന്നേ? അങ്ങോട്ട് നീങ്ങി കിടക്കും മനുഷ്യ.
മോളെ ജാനകി, അയ്യോ ഏട്ടാ, എനിക്ക് വയ്യ ഏട്ടാ. എന്താ മോളെ? അയ്യോ ഏട്ടാ, എനിക്ക് വയ്യ. ഇപ്പൊ എന്താ ചെയ്യാ? ഒന്ന് ആരെങ്കിലും പോയി വിളിച്ചിട്ട് വാ. അമ്മ, എന്റെ ഭാര്യ പ്രസവത്തെ കിടക്കാം. ഒരു വയറ്റാട്ടി തേടിയാക്കിയതാ. இந்த நேரத்துல யாரு இருக்கு தம்பி? நான் வர வா போலாம். അവള് വേദന എടുത്ത് കിടക്കുക. ഒന്ന് വേഗം വരുമോ? தம்பி நீ இங்க நில்லு, முடிஞ்சதுக்கு அப்புறம் நான் சொல்றேன். ഞാൻ ചൊല്ലിയതല്ലേ നിന്നോട് അരുതെന്ന് പല രൂപത്തിൽ. ഞാൻ ചൊല്ലിയതല്ലേ നിന്നോട് അരുതെന്ന് പല ഭാവത്തിൽ. ഞാൻ ചൊല്ലിയതല്ലേ നിന്നോട്